അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മാന്യശ്രോതാക്കളെ, പല ആളുകളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ശരീരം മെലിഞ്ഞത് തടിക്കാൻ ആവശ്യമായ എന്തെങ്കിലും പ്രതിവിധി ലഭിക്കണമെന്നാണ് അവരാവശ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ശരീരം മെലിയാൻ പല കാരണങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ അത് പോഷക ആഹാരത്തിൻ്റെ കുറവുകൊണ്ടായിരിക്കും. ചില ആളുകൾ കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും. അവർക്കുള്ള പരിഹാരം കൂടുതൽ ഭക്ഷണം കഴിക്കുക, അതിൻ്റെ അളവ് വർദ്ധിപ്പിക്കുക, ഉള്ള ഭക്ഷണം തന്നെ പോഷകങ്ങൾ അടങ്ങിയ, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിനുകൾ എല്ലാം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാക്കി മാറ്റുക. അതുപോലെ തന്നെ കാൽസ്യം, അതിന് മാംസ ആഹാരവും അതുപോലെ തന്നെ സസ്യാഹാരങ്ങളൊക്കെ അതിന് പ്രധാനമാണ്. പ്രത്യേകിച്ച് നാരുള്ള ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുന്നത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാരണം, ടെൻഷനുള്ള ആളുകൾ. ഈയിടെ ഒരു പെൺകുട്ടി വളരെ കൂടുതൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് വന്ന് മെലിഞ്ഞ് വളരെ പ്രയാസപ്പെടുന്ന ഒരവസ്ഥ കണ്ട് വീട്ടുകാർ പല പ്രാവശ്യവും ഡോക്ടർമാരെ കാണിച്ചു. അവസാനം മരുന്ന് കഴിച്ചിട്ട് ഒരു മാറ്റവുമില്ല എന്ന് കണ്ടപ്പോൾ പെൺകുട്ടിയോട് അവർ തുറന്ന് ആവശ്യപ്പെട്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലെ വിഷയങ്ങളും പ്രശ്നങ്ങളുമാണ് അവരുടെ മെലിച്ചിലിന് കാരണമെന്ന് അവർ കണ്ടെത്തുകയായിരുന്നു. അതിന് പരിഹാരമായതിന് ശേഷമാണ് ആ ഒരു മെലിച്ചിലിന് പരിഹാരം അവർക്ക് നൽകാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ ടെൻഷൻ നമ്മുടെ ശരീരത്തെ മെലിഞ്ഞ് പ്രയാസപ്പെടുത്താൻ അത് കാരണമായിത്തീരും. മറ്റൊന്ന്, അധികം സ്ത്രീകൾക്ക് കണ്ടുവരുന്ന ഒരു ഉഷ്ണരോഗമാണ് സാധാരണയായിട്ട് വെള്ളപോക്ക് അല്ലെങ്കിൽ അസ്ഥിസ്രാവം എന്നൊക്കെ പറയുന്ന ഈ അസുഖം. ഇത് ഉഷ്ണരോഗമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ശരീരം എത്ര ഭക്ഷണം കഴിച്ചാലും കാണാത്തൊരവസ്ഥ വരും. മൊത്തത്തിൽ ഇങ്ങനെയുള്ള ഈ അസുഖത്തിന് എല്ലാറ്റിനും പരിഹാരമാകുന്ന ഒന്ന് രണ്ട് ചികിത്സകൾ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്, ഉഴുന്നും അതുപോലെ തന്നെ നെല്ലുകുത്തി അരിയും സമമായി എടുത്ത് അതുകൊണ്ട് കഞ്ഞി വെച്ചുകൊണ്ട് സ്ഥിരമായിട്ട് രാവിലെ അത് ഒരു മാസത്തോളം ഇങ്ങനെ കഴിച്ചാൽ ഏത് മെലിഞ്ഞ ശരീരവും തടിച്ചു വരും. അസ്ഥിസ്രാവത്തിന് ഏറെക്കുറെ പരിഹാരം ഉണ്ടാകും. ഇനി അത് പറ്റാത്ത ആളുകൾക്ക്, ചിലപ്പോൾ ഇന്ന് ചില ആളുകൾക്ക് വയറിന് പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ ശുദ്ധമായ പശുവും പാല്, അതിൽ ഒരു 10 ഗ്രാം കൂവപ്പൊടി ചേർത്തുകൊണ്ട് നമ്മൾ കഴിച്ചാൽ, ഒരു ഗ്ലാസ് പശുവും പാലെടുക്കുക, അതിൽ ഒരു 10 ഗ്രാം കൂവപ്പൊടിയും ചേർത്തുകൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ അതും ശരീരം തടിക്കാൻ കാരണമാണ്. അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് വെണ്ണയും ഒരു ടീസ്പൂണ് അശ്വഗന്ധ ചൂർണവും കൂട്ടി യോജിപ്പിച്ചിട്ട് ദിവസം ഒരു നേരം തുടർച്ചയായിട്ട് കഴിക്കുക. ഇതൊരു മാസം തുടരുകയാണെങ്കിൽ വലിയ വ്യത്യാസം അതുകൊണ്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇനി മറ്റൊന്ന്, ഇതുപോലെ ഒരു ഗ്ലാസ് പാലെടുത്തിട്ട് കറുത്ത എള്ള് വറുത്തെടുത്തിട്ട്, കുറച്ച് കറുത്ത എള്ളെടുക്കുക, അത് വറുത്തിട്ട് ഈ പാലിലിട്ടിട്ട് കുടിക്കുകയാണെങ്കിൽ അതുകൊണ്ടും ഈ ഒരു വിഷയത്തിന് പരിഹാരമുണ്ടാകും. അതുപോലെ തന്നെ ചില ആളുകൾക്ക്, ഉഷ്ണരോഗം ഇല്ലാത്ത ആളുകൾക്കാണ് ഈ 200 ഗ്രാം ചേമ്പ് പുഴുങ്ങിയിട്ട് ഒരു മാസം കഴിച്ചാൽ, അത് തുടർച്ചയായിട്ട് 200 ഗ്രാം ചേമ്പ് കഴിച്ചാൽ ചില ആളുകൾക്ക് അവർ ശരീരം പുഷ്ടിപ്പെടാൻ അത് കാരണമായിത്തീരും. ചേമ്പ് ചൂടാണ്, അപ്പോൾ ഇങ്ങനെയുള്ള അസുഖമുള്ള ആളുകൾക്ക് അതുകൊണ്ട് വലിയ കാര്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ പിന്നെ എല്ലാവർക്കും പറ്റുന്ന ഒന്നാണ് നാടൻ വെള്ളരി. അത് പിഴിഞ്ഞെടുത്തിട്ട് ജ്യൂസ് അടിച്ചിട്ട് പിന്നെ അത് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് 30 മില്ലി വീതം രാത്രി അത് കിടക്കാൻ നേരം കഴിച്ച് കിടന്നാൽ അത് മെലിഞ്ഞ ശരീരം തടിക്കാൻ കാരണമായിത്തീരും. അപ്പോൾ ഇതിൽ നമുക്ക് പറ്റുന്ന രീതിയിലുള്ളത് ഏതെങ്കിലും സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ
നമ്മുടെ ശരീരം പുഷ്ടിപ്പെടാനും തടിക്കാനൊക്കെ അത് കാരണമാണ്. പരമാവധി കഴിയുന്നതൊക്കെ അത് ഉപയോഗപ്പെടുത്തുക. ഉപകാരപ്രദമായ അറിവ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള അറിവുകളുമായിട്ട് വീണ്ടും നിങ്ങളിലേക്ക് എത്താൻ സാധിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും.